എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു കോംപ്രിഹെൻഷനാണ്. അപ്പോൾ അതിനുള്ള കോംപ്രിഹെൻഷൻ വായിച്ച് അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. അപ്പം വായിച്ച് നോക്കാം. ഏക് ബന്ദർ പേട് പർ ബൈഠാത്ത, ഒരു കുരങ്ങൻ മരത്തിൽ ഇരുന്നിരുന്നു. ഉസ്കി പൂഞ്ച് ബഹുത്ത് ലംബി തി, पेड़ के नीचे एक गिलहरी था. वह बंदर की पूंछ को चूल समझकर चूलने लगा. बंदर को गुदगुदी हुई. അപ്പോൾ पेड़ के नीचे एक गिलहरी था. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പാസേജ്. നമുക്ക് നോക്കാം. പേഡ് പർ കോൺ ബൈഠാത്ത, ആരാണ് പേഡ് പർ ഇരുന്നത്? ബന്ദറാണോ ചിടിയാണോ? അതേപോലെ ബാദ് ഗിൽഹരി. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ഏക്ക് ബന്ദർ പേഡ് പർ ബൈഠാത്ത. ഇനി അടുത്തത് ബന്ദർ കി പൂഞ്ച് കൈസി തി. ബന്ദർ കി പൂഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? വാൽ എങ്ങനെ ഉണ്ടായിരുന്നു? ലംബി തി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലംബി എന്ന് എഴുതാം. ലംബി ഇവിടെ എവിടെയാണ്? ഇതാണ് ലംബി. ഇനി അടുത്തത് ഗില്ലരി കഹാ തേ. ഗില്ലരി എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ ഇവിടെ നോക്കാം. പേടിക്കെ നീച്ച ഏക്ക് ഗില്ലരി തേ. അപ്പോൾ എവിടെ ഉണ്ടായിരുന്നത്? പേടിക്കെ നീച്ച. അത് എവിടെ നോക്കാം. ഇത് പേഡ് പർ ആണ്. ഇത് പേഡ് പർ ആകെ. പേടിക്കെ നീച്ച എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി സഹി പ്രസ്താവ് ചുൻകലിക, ശരിയായ പ്രസ്താവന എടുക്കുക. ഗിൽഹരിനെ പൂച്ചക്കോ ലതാ സംജി. അപ്പോൾ അതെല്ലാം ഗില്ലരീനെ പൂഞ്ചക്കോ ചൂല സംജ, ഇതാണ് ശരി. അതിവിടെ തന്നെ ഉണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ബന്ദർ കി പൂഞ്ച് ചൂല സമജ്കർ ചൂലിനെ ലഗി. ഇനി അടുത്ത എന്താണ്? കിസ്ക ഗുദ്ഗുദി ഹുയി, ആരൊക്കെയാണ് ഗുദ്ഗുദി ആയത്? ബന്ദർക്കോ. അപ്പോൾ ബന്ദർ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത് ബന്ദർക്കോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻഷനാണ്. ഇനി അടുത്തത് ബാദൽദാനി കവിതാക്ക യഹ അംശ പടേ ഓരോ പ്രശ്നങ്ങൾക്ക് ഉത്തരലിയ. പ്യാസി ചിടിയ പ്യാസി ഗയ്യ, ഖാലി ഹേ സബ് താൽ തലയ്യ, സൂഖെ ഘാട്ട് പടി ഹേ നയ്യ, ഹുയി മछलियों का हैरानी. ഇനി ഘാട്ട് പർ ക്യാ പടി തി. ഘാട്ട് പർ ക്യാ പടി തി. അപ്പോൾ നമുക്ക് നോക്കാം. പ്യാസി ചിടിയ പ്യാസി ഗയ്യ, ഖാലി ഹേ സബ് താൽ തയ്യ, സൂഖെ ഘാട്ട് പടി ഹേ നയ്യ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സൂഖെ ഘാട്ട് പടി ഹേ നയ്യ. അപ്പോൾ ഇവിടെ ഘാട്ട് പർ ക്യാ പടി ഹേ നയ്യ. ഇനി അടുത്ത പാനി ജീവൻ കാ ആധാർ ഹേ ഇസ് ആശയ പർ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പോസ്റ്ററൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ പാനി അമൂല്യ ഹേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബോക്സൊക്കെ വരച്ച് അതിനുള്ളിൽ നല്ല വൃത്തിക്ക് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഹിന്ദുസ്ഥാൻ ഹമാര. ഓക്കെ, घने पेड़ों से सजे पर्वत खिलखिलाकर बहती नदियाँ, काली घटा से अपने बालों को खोलकर चूमती बारिश, हरा घाघरा पहनकर नाचते लहलहाते खेत, सब भारत की अपनी വിശേഷതയെ. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലേഖമേ കിസ് ദേശ് കെ വിശേഷത ബതായി ഹെ. അപ്പോൾ ഏത് ദേശത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്? നമ്മുടെ ദേശത്തെക്കുറിച്ചല്ലേ. അപ്പോൾ ഭാരത്. അപ്പം ഭാരത് എന്ന് എഴുതാം. ഇവിടെ തന്നെ ഉണ്ട് ഭാരത് എന്ന്. ഇനി നമുക്ക് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ഖേത്തിനെ പറ്റിയിട്ട് വർണ്ണിച്ചിരിക്കുന്ന എവിടെയാണ്? ഘനെ പേടോൻ സെ സജേ പർവ്വത് ഖിലാക്കർ ബഹത്തി നദിയാം. ഓക്കെ, ഖേത്തിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരാ കാക്ര പഹൻകർ നാശ്രെ ലഹാത്തെ ഗേത. അത് ഇവിടെയാണ് ഈ സെൻറ്റൻസ് ഉള്ളത്. അപ്പോൾ നമുക്കത് ഇവിടെ എവിടെ ഉണ്ടോ നോക്കാം. അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് യോജിപ്പിക്കാം. ഇനി പർവ്വത് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. പർവ്വത് എന്താ തന്നിട്ടുള്ളത്? ഘനെ പേടോൻസെ സജേ പർവ്വത്. അപ്പോൾ അത് ഇവിടെ എവിടെ ഉണ്ടോ നോക്കാം. ഘനെ പേടോക്കെ സജേത ഇവിടെ ലാസ്റ്റ് ഉണ്ട്. അത് യോജിപ്പിക്കാം. ഇനി എന്താണ്? പർവ്വത് പർവ്വത് ഇവിടെ യോജിപ്പിച്ചു. ഇനി ബാരിഷ് എവിടെയാണ്? ബാരിഷ് ഇവിടെ ഉണ്ട് അല്ലേ. ജൂംതി ബാരിഷ്. അപ്പോൾ നമുക്ക് ജൂംതി ബാരിഷ് ഇവിടെ ഉണ്ടോ നോക്കാം. ഇവിടെ ഉണ്ട്. ബാലോക്കോ കേൽക്കർ ജൂംതി ഹെ. ഇനി അടുത്തത് എന്താണ്? ലാസ്റ്റ് നദിയാൻ കിൽക്കിലാക്ക ബഹത്തി ഹെ. അതിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പാസേജ് നല്ലവണ്ണം വായിച്ചു നോക്കിയാൽ നമുക്ക് ഇതിൽ മുഴുവൻ മാർക്കും നേടാം. ഇനി അടുത്തത് എന്താണ്? ജഗ്മഗ് താര കവിത ഒന്ന് വായിച്ചു നോക്കാം. ദേശമാര ദേശമാര ചമക്കെ ജയ്സെ ജഗ്മഗ് താര, ദേശമാര ദേശമാര സത്യഹിംസ കാരക്വാര, ദേശമാര ദേശമാര ബലിദാന ഹുസേ സവാര.
വദൻ കാ സമാൻ അർത്ഥ് വാല ശബ്ദ കവിതാസെ വദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വദൻ എന്ന് പറഞ്ഞാൽ ദേശമാണ്, നമ്മുടെ രാജ്യം. അപ്പോൾ നമുക്ക് ദേശ് എന്നുള്ളത് ഇവിടെ ദേശുണ്ട്, അത് നിങ്ങൾ എഴുതിയാൽ മതി. വദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശ്. ഓക്കെ. കവിതാംശത് സെ തൂക്കാന്ത് ശബ്ദ ചുൻകർ ഗൈസെ ഹമാര താര. അപ്പോൾ തൂക്കാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈമിങ് വേർഡ്സ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പം താര ഹമാര, ഇനി രഘുവാര സവാര. ഓക്കെ, രഘുവാര സവാര. ഓക്കെ, ഹമാര അല്ലെങ്കിൽ ഹമാര സവാര, ഇതിൽ ഏതെങ്കിലും രണ്ട് പേരെ എടുത്ത് എഴുതുക. ഇനി ബലിദാനോനെ ഹമാര ദേശ് കാ സംരക്ഷൺ കിയാ ഹെ. ये आशय वाली पंक्तियों कविता से चुनकर लिखे. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് ബലിദാനോനെ ഹമാര ദേശ് കാ സംരക്ഷൺ കിയാ ഹെ. അത് ആശയം വരുന്ന വരികൾ ഇതിൽ ഏതോ ഒന്നുണ്ട്. അതെന്താണ്? അത് ലാസ്റ്റത്തെ ലൈനാണ്, ബലിദാനോനെ ഹുസേ സവാര. അപ്പോൾ ഈ ലാസ്റ്റത്തെ ലൈന് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അതും വളരെ എളുപ്പമുള്ള. ഇനി ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. അപ്പോൾ അറിയാവുന്നവർ എഴുതുക. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഉചിത് ശീർഷകം, ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കാം? ബാരിഷ് ആയി എന്ന് കൊടുക്കാം. മഴ വന്നു അല്ലേ? ബാരിഷ് ആയി, അല്ലെങ്കിൽ ബാരിഷ് എന്ന് ജസ്റ്റ് ബാരിഷ് എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബാരിഷ് ആയി എന്ന് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ചിത്രയ്ക്ക് ആധാർ पर വിവരൺ തയ്യാർ കരെ. അപ്പോൾ എന്തൊക്കെ വിവരണം നമുക്ക് എഴുതാം? ഓക്കെ, എന്താണ്? പാനി ബറസ്നെ ലഗ. എന്താണ്? പാനി ബറസ്നെ ലഗ, മഴ പെയ്യാൻ തുടങ്ങി. പാനി ബറസ്നെ ലഗ. ബറസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? മഴ പെയ്യാൻ തുടങ്ങി. പാനി ബറസ്നെ ലഗ. സബ് പശു പക്ഷി ഖുഷീസെ നാച്നെ ലഗെ. എല്ലാ പശു പക്ഷി, അതായത് എല്ലാവരും ഖുഷീസെ സന്തോഷത്തിൽ നാച്ന ലഗെ എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കാൻ, തുള്ളി ചാടാൻ തുടങ്ങി. ഓക്കെ. പേട് പൗധ ഹവാമേ ഹിൽനെ ലഗി. പേട് പൗധമേ എല്ലാവരും ഹവാമേ വായുവിൽ. പേട് പൗധ എന്ന് പറഞ്ഞാൽ മരങ്ങളും ചെടികളൊക്കെ വായുവിൽ, കാറ്റിൽ ഇങ്ങനെ ആടാൻ തുടങ്ങി. ലാൽ തലയ്യ പാനിമേ ബാരിസെ ബർഗയെ. നദിയും കുളങ്ങളും പാനി കൊണ്ട്, വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. ഇത്രയൊക്കെ എഴുതിയാൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഇനി നോക്കൂ, നിങ്ങൾക്കറിയാലോ ഇതെന്താണ്? ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പം ഫസ്റ്റ് മോറാണ്. മോറെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മോറാണ്. മോർ എന്താണ്? മയിലാണ്. പിന്നെ ആരാ വന്നിരിക്കുന്നത്? പിന്നെ വന്നത് ബാദൽ. ബാദൽ നമുക്കറിയാം, മേഘം ഇവിടെ. പിന്നെ ഫൂൾ എന്ന് പറഞ്ഞാൽ ചെടി, പൂവ്. ഫൂൾ എന്ന് പറഞ്ഞാൽ പൂവ്. പിന്നെ മേട്ടക് തവള, ഹിരൺ മാൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് ഇങ്ങോട്ട് എഴുതേണ്ടത്? മേട്ടക്ക് തവള, അതിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ തന്നെ ഉണ്ട്, മേട്ടക്ക്. ഓക്കെ. പിന്നെ രണ്ടാമത്തേത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തേത് ബാദൽ ഇവിടെ എഴുതുക. ബാദലിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ തന്നിട്ടുണ്ട്, ബാദൽ. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത് തന്നിരിക്കുന്നത് ഹിരണാണ്. അപ്പോൾ ഹിരൺ നമ്മൾ ഇവിടെ എഴുതി. മൂന്നാമത് തന്നിരിക്കുന്നത് ഹിരണാണ്. ഹിരണ് നമ്മൾ താഴെ എഴുതി. ഇവിടെ എഴുതട്ടോ, ഇവിടെ ഹിരൺ. ഓക്കെ. ഇനി അടുത്തത് ഫൂൾ എന്ന് പറഞ്ഞാൽ പുഷ്പം. അത് ഇവിടെ ഫൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴോട്ട്. പിന്നെ അതേപോലെ തന്നെ മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ എന്ന് പറഞ്ഞാൽ മയിൽ, അത് ഇവിടെ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഈ മേട്ടക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. പിന്നെ രണ്ടാമത്തേത് ബാദൽ ഇവിടെ എഴുതുക. പിന്നെ അതേപോലെ ഹിരൺ ഇവിടെ എഴുതുക. പിന്നെ ഫൂൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എഴുതുക, താഴോട്ട്. അതേപോലെ മോർ. ഓക്കെ. 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ആൻസർ കീയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക.